പോ. ഒരുമിച്ചല്ലടാ, അവള് തിരുവല്ലയെന്നും ഞാൻ ചങ്ങനാശ്ശേരിന്നും കയറും. അടുത്തടുത്ത ബർത്താ, അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ നീണ്ട 4 കൊല്ലത്തെ പ്രണയത്തിനൊടുവിൽ ഒരുമിച്ചുള്ള താമസമല്ലേ? അതെ അതെ, അൺഒഫീഷ്യലി ഉള്ള താമസം. വിതിൻ 3 months ഒരു പ്രപ്പോസലുമായിട്ട് കാരണവരെ അവരുടെ വീട്ടിലോട്ട് വിടും. ഒരു അറേഞ്ച്ഡ് മാരേജ് സെറ്റപ്പ് പോലെ. കൊള്ളാലോ. അപ്പൊ വീട്ടിലറിയാതെ ഒരു 3 മാസം അല്ലേ? ഉവ്വേ. പിന്നെ ലൈസൻസ് എടുത്ത് ലൈഫ് ടൈം. ലക്കി ബോയ്. നിങ്ങൾ എഞ്ചിനീയറിംഗ് ഒരേ ക്ലാസ്സിലല്ലേ? അല്ല, ഞാൻ 3rd ഇയറിലെത്തിയപ്പോൾ അവൾ ഫസ്റ്റ് ഇയർ. കോളേജിൽ വെച്ചൊരു 2 years, പിന്നെ ജോലി കിട്ടിക്കഴിഞ്ഞിട്ടൊരു 2 years. അങ്ങനെ മൊത്തം ഒരു 4 വർഷമായി. അളിയോ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു കേട്ടാ. ദേ മുമ്പിലുള്ള കാറുകാരൻ ലൈറ്റ് ഇട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ വണ്ടി നാണ്ട സൈഡിലോട്ടൊന്ന് ഒതുക്കട്ടെ കേട്ടോ. ചങ്ങനാശ്ശേരി SIയും പാർട്ടിയും ആണ് കുട്ടാ. ഡിസ്ക് മാത്രം പിടിച്ച് തെള്ളിയിട്ടല്ലടാ, ചെന്നൈ വരെ പോകാനുള്ളതാ. അളിയെ ചെക്കിങ്, ബാക്കി നീ നടന്നു പോക്കൂ. എടാ ഹെൽമെറ്റ് ഇല്ലേ? ഹെൽമെറ്റ് മാത്രമേ ഉള്ളൂ, ബുക്കും പേപ്പറും ഒന്നും ഇല്ല. എന്നാ നീ വിട്ടോ. ഹലോ മാവിയമ്മച്ചി എവിടാ? എന്നതാ ഫോൺ എടുക്കാനൊരു താമസം? കളിയാക്കല്ലേ മോനെ. എൻ്റെ ആംഗലിയുടെ കൊച്ചിൻ്റെ മാവിയമ്മ ഞാനല്ലാണ്ട് പിന്നെ ആരാ? മാമനപ്പച്ചൻ എവിടാ? യോ, മാവനപ്പച്ചനോ? പിന്നല്ലാണ്ട് അവൻ്റെ അപ്പൻ്റെ പെങ്ങളുടെ ഇച്ചായനെ പിന്നെ അവൻ എന്നതാ വിളിക്കണ്ടേ? മാവിയുടെ ഇച്ചായൻ, അവന് മാമനപ്പച്ചൻ. അങ്ങനെ എവിടെ? എന്താ അങ്ങനെയല്ലേ? ചായൻ ആയില്ലല്ലോ, അതിനു മുമ്പേ അങ്ങനെ അങ്ങ് തീരുമാനിക്കണോ? അതെന്താ ഇപ്പം അങ്ങനെ? മദ്രാസിൽ കൂടെ ജോലി ചെയ്യുന്ന വല്ലവരും മോൻ കണ്ടുവച്ചിട്ടുണ്ടോ? 4 വർഷത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നോ? ഹാ, മദ്രാസ് അല്ലടി, ചെന്നൈ. ഞാൻ ചുമ്മാ പറഞ്ഞതാണേ. നിന്റെ ആങ്ങളയുടെ കൊച്ചിൻ്റെ മാവനപ്പച്ചൻ ഞാൻ, നിന്റെ ഇച്ചായനും ഞാൻ. സമ്മതിച്ചു. നീ ഇപ്പം എവിടാ? ഇറങ്ങിയോ? കോഴഞ്ചേരിയില്ല, ആശുപത്രി വന്നതാ. ആങ്ങളയുടെ കൊച്ചിനെയും കളിപ്പിച്ചുകൊണ്ട് മാവിയമ്മ അവിടെ ഇരുന്നാലേ ചെന്നൈമയിൽ അതിൻ്റെ പാട്ടിന് പോവും. നീ ഇനി എപ്പോൾ കോഴഞ്ചേരിയും തിരുവല്ലയ്ക്ക് വരാനാ? ഹാ, ഞാൻ നാട്ടിൽ ഇറങ്ങി, ബസ് സ്റ്റാൻഡിലായി. വീട്ടിലായിരുന്നേ തിരുവല്ല സ്റ്റേഷനിലോട്ട് നടക്കാനുള്ള ദൂരമേ ഉള്ളായിരുന്നു. നാത്തൂൻ്റെ വീട് കോഴഞ്ചേരിയിലായതുകൊണ്ടാണ്. കോഴഞ്ചേരിയിൽ നിന്ന് തിരുവല്ലയിലേക്ക് എപ്പോഴും ബസ് ഉണ്ടല്ലോ. യാത്രയ്ക്കുള്ള ലഗേജും കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. തിരുവല്ല പുഷ്പരി പ്രസവിക്കാൻ പറ്റത്തില്ലായിരുന്നോ? പൊട്ടും കളിക്കല്ലേ മോനെ. പ്രസവമൊക്കെ പെണ്ണുങ്ങളുടെ വീട്ടിലാണ്. ഞാൻ ബസ്സിൽ കയറി, വിൻഡോ സീറ്റ് കിട്ടി. ഐ എം ഫീലിംഗ് ഹാപ്പി. ആഹാ, അത് കൊള്ളാമല്ലോ. ഇതിനും വേണ്ടി അങ്ങ് സന്തോഷിക്കാൻ വിമാനത്തിലെ വിൻഡോ സീറ്റ് ഒന്നും അല്ലല്ലോ കിട്ടിയത്, KSRTC ബസ്സിലെ അല്ലേ? ഓ ശരി, ഞാൻ വെക്കുവോ? അയ്യോ അയ്യോ അയ്യോ, വെക്കല്ലേ വെക്കല്ലേ വെക്കല്ലേ. ഹലോ, എന്നതാ പിണങ്ങുന്നത്? എന്തിനാ ഫോൺ കട്ട് ചെയ്തേ? അത് പിന്നെ വല്ലതും പറയാൻ തുടങ്ങുമ്പോ ചുമ്മാ. ഞാൻ മുമ്പ് റോഡിലായിരുന്നു, ഇപ്പൊ സ്റ്റേഷനിലെത്തി. ഇവിടെ ആണെങ്കിൽ ഒരു മനുഷ്യനുമില്ല. എൻ്റെ മോള് ഇനി ബസ്സിലിരുന്ന് വിസ്തരിച്ച് സമയമെടുത്ത് സൗകര്യമായിട്ട് കാര്യങ്ങൾ പറ. ബസ്സിന്റെ തിരക്ക് കുറവാ. ഫ്രണ്ടിൽ 2 എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്. അതാ പറയാൻ വന്നേ. സോ വാട്ട്? ഫീലിംഗ് നൊസ്റ്റാൾജിക്. ഒടുക്കത്തെ നൊസ്റ്റാൾജിയ. നമ്മളെ പോലെയാണെന്ന് തോന്നുന്നു. ചെക്കനപ്പോ സുന്ദരനായിരിക്കുമല്ലോ? അത്ര സുന്ദരനൊന്നും അല്ല. നമ്മുടെ സ്റ്റുഡൻസ് ഉള്ളി ഗോവിന്ദൻകുട്ടിയില്ലേ, അതുമാതിരി. അതും റാഗ് ചെയ്യാൻ പോയില്ല അതിനായ കേസാണോ? ഹേ, ഹൗ ഷുഡ് ഐ നോ സച്ച് തിങ്സ്? എനിക്കങ്ങനെ ഒരു കേസ് അറിയാം. ഫസ്റ്റ് ഇയേഴ്സിനെ റാഗ് ചെയ്യാൻ പോയി പണി കിട്ടിയ ഒരു ഗോവിന്ദൻകുട്ടിയുടെ സ്റ്റോറി. അങ്ങനെയാണേ ആ ഗോവിന്ദൻകുട്ടിയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചെറിയ പൂച്ചക്കണ്ണുള്ള പെൺപിള്ളേരെ ഇഷ്ടാണോ? ഒത്തിരി കാര്യം പറയാത്ത പൂച്ചക്കണികളെ ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ അല്ലല്ലോ. ആദ്യം കണ്ടപ്പോ തോന്നി അങ്ങനെ ആയിരിക്കുമെന്ന്, പിന്നെ എന്റെ വീതി. എന്റെയും. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ? ഈ ലവ് ലെറ്റർ തരാതെ മൊബൈൽ നമ്പർ തന്നിട്ട് വിളിക്കാൻ പറഞ്ഞത് അതെന്തിനാ?
Why didn't you write something instead of your cell number in that paper? When technology changes, we should move on. ഷോ ഈ ബസ് ഒന്ന് പെട്ടെന്ന് എത്തിയായിരുന്നു. ബസ് വന്നിട്ട് എന്താ കാര്യം? നിന്നെയും കൊണ്ട് ചെന്നൈ മുതൽ ചങ്ങനാശ്ശേരി വരെ വരണ്ടേ? കോഴഞ്ചേരി, തിരുവല്ല, ചങ്ങനാശ്ശേരി ഈ സ്ഥലമൊക്കെ തമ്മിൽ ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലായേ. എപ്പോ? ബസ്സേ കയറി ആ പിള്ളേരെ കണ്ടപ്പം. ആ എഞ്ചിനീയറിംഗ് പിള്ളേരെ കണ്ടപ്പോ നിനക്ക് നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നല്ലേ? 3 മാസം കാണാതിരുന്നിട്ടും വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഇതിപ്പം ഓർഡിനറി അല്ല കയറിയത്, ഫാസ്റ്റ് മതിയായിരുന്നു. എന്നാലും കാര്യമൊന്നുമില്ലടി. തിരുവല്ലായിന്ന് ചങ്ങനാശ്ശേരി വരെ ട്രെയിൻ ഓടി എത്തണ്ടേ? ദേ വണ്ടി തിരുവല്ലയാകാറായി. ഞാൻ ഇറങ്ങിയിട്ട് വിളിക്കാമേ. നീ ഇനി വിളിക്കണ്ട. ഇവിടെ നല്ലൊരു കൊച്ചു ട്രെയിൻ ഇരിപ്പുണ്ട്. എനിക്കിനി പെട്ടെന്ന് സമയം പോയിക്കോളും. അയ്യടാ, ഏത് ട്രെയിനില്? കൊല്ലം പാസഞ്ചർ, പ്ലാറ്റ്ഫോം നമ്പർ 1 पर. സുന്ദരിയാ. മിസ്റ്റർ ഗോവിന്ദൻകുട്ടി, ആ ട്രെയിൻ എപ്പോ പോകും? തെരിയാതെ. ക്രോസിംഗ് ആണെന്ന് തോന്നുന്നു. നിന്നെയും കൊണ്ട് ചെന്നൈ മേൽ വരുന്നത് വരെ ഇവിടെ തന്നെ കാണും. ഞാൻ എത്തി. യോ, എവിടെ? തിരുവല്ല സ്റ്റേഷനില്. ഞാൻ ഉടനെ അങ്ങ് എത്തും. നീ പതുക്കെ വന്നാലും മതി, നോ പ്രോബ്ലം. അതെ, ആ ട്രെയിൻ എന്തിനാ അവിടെ അത്ര നേരം പിടിച്ചിട്ടിരിക്കുന്നേ? ഇത് കൊള്ളാമല്ലോ. തിരുവല്ല സ്റ്റേഷൻ്റെ അടുത്ത് താമസിക്കുന്ന നിനക്ക് അപ്പോൾ ക്രോസിങ്ങിനെ കുറിച്ചൊന്നും തെരിയാതാ? തെരിയാതെ. ഐ എം നോട്ട് എ റെഗുലർ ട്രെയിൻ ട്രാവലർ. ഇത് വന്ന് സിംഗിൾ ലൈൻ. ഇനി തിരുവല്ലയിൽ നിന്ന് ചങ്ങനാശ്ശേരിക്കുള്ള വണ്ടി പോകാതെ ഇവിടുന്ന് വേറൊരു വണ്ടി പോകുകയല്ല. ഇത് താൻ ക്രോസിങ്. പിന്നെ എതിരെ വരുന്ന വണ്ടി ചെന്നൈ മേലൊക്കെ ആണെങ്കിൽ പാസഞ്ചർ ആവുന്ന 2 മണിക്കൂർ പിടിച്ചിടും. അതൊരു മാതിരി ചെയ്തായിപ്പോയി. ദേ ഇവിടെ വണ്ടി അനൗൺസ് ചെയ്ത് കേട്ടോ. കേക്കാം. സോ ഇപ്പൊ അത് ചെങ്ങന്നൂർ സ്റ്റേഷൻ വിട്ട് കാണും. ഒരു 6-7 മിനിറ്റിൽ തിരുവല്ല. തിരുവല്ലയിൽ നിന്ന് ഒരു 10-15 മിനിറ്റ്. മൊത്തം ഒരു 15 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തും. ഹോ, 15 വർഷം പോലെ. ഈ താല്പര്യമൊക്കെ കൂടെ താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ടാ മതിയായിരുന്നു. വൈ മാഡം, വാട്ട്സ് എ പ്രോബ്ലം? കുറച്ച് ദിവസം കഴിയുമ്പോ ഇങ്ങേർക്കങ്ങ് മടുത്താലോ? നിന്നെയോ? ചാൻസേ ഇല്ല. ഈ ചങ്ങനാശ്ശേരിയിൽ നിന്ന് മദ്രാസ് വരെ എത്ര സമയം എടുക്കും? ചങ്ങനാശ്ശേരിയിൽ നിന്ന് മദ്രാസ് വരെ എത്ര സമയം എടുക്കും എന്നറിയത്തില്ല. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചെന്നൈ വരെ ഏതാണ്ട് 10-12 മണിക്കൂർ എടുക്കും. മാഡം, ഇറ്റ്സ് നോട്ട് മദ്രാസ്, ഇറ്റ്സ് ചെന്നൈ. ഓ ശരി. എന്തിനാ സമയം അറിഞ്ഞിട്ട്? ചുമ്മാ അത്രയും സമയം കിടന്ന് ഉറങ്ങാമല്ലോ. I am too tired. ഉറങ്ങാനോ? You are not going to sleep today. Then what else? You just come, I will say. ദേ വണ്ടി ഇവിടെ എത്തി. Good. പിന്നെ രാത്രി ഉറങ്ങാതിരിക്കാൻ പൊന്നുമോക്ക് അമ്മ എന്നാ ഉണ്ടാക്കി തന്നു വിട്ടിരിക്കുന്നേ? അയ്യോ, ഞാനത് മറന്നു. മമ്മി ഏതാണ്ടെല്ലാം ഉണ്ടാക്കി കവറിൽ ഡൈനിങ് ടേബിളിൽ വെച്ചായിരുന്നു. ഞാൻ എടുത്തില്ല. ട്രെയിനിൽ നിന്ന് ഒന്നും മേടിച്ച് തിന്നല്ലേ എന്ന് പ്രത്യേകം പറഞ്ഞു. ഞഞ്ഞായി. താൻ എന്താടോ നന്നാവാത്തെ? ദാ ഇവിടെ പ്ലാറ്റ്ഫോം സ്റ്റാളിൽ അച്ചപ്പം ഇരിപ്പുണ്ട്, മേടിക്കട്ടെ? ട്രെയിനിൽ നിന്ന് വല്ലതും മേടിച്ച് തിന്നുന്നതിൽ നല്ലതാ. ഓ വേണ്ട, ട്രെയിൻ വരാറായില്ല, നീ പോരെ. കേൾക്കത്തില്ലേ? ജസ്റ്റ് അറൈവിംഗ്. ഇവിടെ കപ്പലണ്ടി മുട്ടായൊക്കെ ഉണ്ട്. ഫൈൻ, നീ മേടിക്കേ. ദാ മേടിക്കുവാണേ. ചേട്ടാ, 2 കവറ അച്ചപ്പമേ. ഇതാണോ? അത് തന്നെ. പിന്നെ വേറെ? പിന്നെ ആ വലിയ പാക്കിലിരിക്കുന്ന 2 കപ്പലണ്ടി മുട്ടായി. മതിയടി. അല്ല ദാ അപ്പുറത്തിരിക്കുന്നത്. മൊത്തം എത്ര ഏട്ടാ? മൊത്തം 80. അയ്യോ, ചില്ലറ ഇല്ലല്ലോ. അയ്യോ, എന്റെ കയ്യിലും ചില്ലറയില്ല. ഞാൻ ചില്ലറ മേടിച്ചിട്ട് വരാം. അയ്യോ ചേട്ടാ, പെട്ടെന്ന് എനിക്ക് ട്രെയിനിൽ പോവാനുള്ളതാ. നീ ഒന്നും മേടിക്കണ്ട, ഇങ്ങോട്ട് കേറിക്കേ. ട്രെയിൻ എടുത്തില്ലെന്നേ. എടി പെട്ടെന്നാട്ടെ, ജസ്റ്റ് ഗെറ്റ് ഇൻ ദി ട്രെയിൻ. കടക്കാരൻ ചില്ലറ മേടിക്കാൻ അപ്പുറത്തേക്ക് പോയേക്കുവാ. എടി ഷോ, നീ പോരെ. ഞാനിവിടെ പ്ലാറ്റ്ഫോം സ്റ്റാളിൽ എന്തെങ്കിലും മേടിച്ചോളാം, നീ പോന്നേ. ട്രെയിൻ വിൽ സ്റ്റാർട്ട് നൗ, ഗെറ്റ് ഇൻ. എന്നാണ് നിങ്ങൾ ടെൻഷൻ ആവുന്നേതാ? പുള്ളിക്കാരൻ വന്നു. കൊച്ചിന് ട്രെയിനിൽ പോകാനുള്ളതല്ലേ, വണ്ടി സിഗ്നൽ. എടി ട്രെയിനിൽ കേറ്. ഞാൻ കേറാൻ പോവാ. നമ്മുടെ കോച്ച് S5 നീ എവിടെങ്കിലും കേറ്, ഉള്ളിൽ കൂടെ നടന്നാ മതി. പിന്നെ ഓക്കെ അതാണ് വണ്ടി മൂവ് ആയി. ഞാൻ വിളിക്കാമേ. ചങ്ങനാശ്ശേരി സ്റ്റേഷൻ തിരുവല്ല. ചങ്ങനാശ്ശേരി ആൻസറിംഗ് സാർ, ഓവർ. സാറേ, ചങ്ങനാശ്ശേരിന്ന് പാസഞ്ചർ കടത്തി വിടാം, ഓവർ. തിരുവല്ല സ്റ്റേഷൻ ചങ്ങനാശ്ശേരി.
സാറേ ചെന്നൈ അവിടുന്ന് വിടുന്നില്ലേ? അവിടുന്ന് നേരത്തെ ചെന്നൈ സ്റ്റാർട്ടായെന്ന് അറിയിച്ചായിരുന്നല്ലോ. ഓവർ. റോജർ, ചെന്നൈ സാറേ ഇവിടുന്ന് മൂവ് ആയിരുന്നു. അപ്പൊ ഒരു പെങ്കൊച്ച് ഓടി കയറാൻ നോക്കി സാറേ. അപ്പൊ അത് ആക്സിഡന്റ് ആയി. ആ കൊച്ചു മരിച്ചു. ഇനിയിപ്പം വണ്ടി ഇവിടുന്ന് എടുക്കില്ല. ഇപ്പോഴേ ബോഡിയൊക്കെ മാറ്റണം. അതുകൊണ്ട് പാസഞ്ചറുടെ സിഗ്നൽ കയറ്റി വിടണേ. ഓവർ. റോജർ. മെസ്സേജ് ക്ലിയർ ആയിട്ടാണ് സാറേ. ഓവർ.